ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് വലിയ നോമ്പിന്റെ 43-ാമത്തെ ദിനം. കാൽവറിയിലേക്കുള്ളതായ നമ്മുടെ യാത്രയുടെ 43-ാമത്തെ ചവിട്ടുപടിയും നാം ചവിട്ടിക്കഴിഞ്ഞു. ഇനിയും അധിക ദൂരമില്ല നമ്മുടെ യാത്രകൾ അവസാനിക്കുവാൻ. ഇന്ന് ഹോശാന ഞായറാണ്. നമ്മുടെ കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ളതായ ഈ യാത്രയുടെ രാജകീയമായ എഴുന്നള്ളപ്പാണ് ഇന്ന് നാം കൊണ്ടാടുന്നത്. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ. അത്യന്തം ചിന്തോദീപകമായ പ്രതീകങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഒരു സംഭവമായാണ് യേശുവിൻ്റെ യെരുശലേം പ്രവേശനത്തെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നതായ മഹാ എഴുന്നള്ളത്താണ്. സമാധാന രാജാവിൻ്റെ ഒരു വിളംബര യാത്രയാണ്. ഈ എഴുന്നള്ളത്ത് രാജകീയം എന്ന് വിശേഷിക്കപ്പെടുമ്പോഴും രാജകീയതയുടെ എതിർബിംബങ്ങളെ കൊണ്ടുള്ള ശ്രദ്ധേയം ആയിത്തീരുകയാണിത്. യേശുവിൻ്റെ സമകാലീന ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്ന ചില ശക്തി പ്രകടനങ്ങളും രാജകീയ പ്രവേശനങ്ങളും ഓർമ്മയിൽ ഉള്ളവരായിരുന്നു അവിടെ ഉള്ളവർ. റോമൻ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും ജനതയെ വിമോചിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ മശിഹായുടെ വരവിനു വേണ്ടി കാത്തിരുന്നവർ. ഇവിടെ നായകൻ ആവശ്യപ്പെടുന്നത് കഴുതയെയാണ്. സമാധാന കാലത്ത് വേഗത ആവശ്യമില്ലാത്തതായ സമയങ്ങളിലെ വാഹനമൃഗമാണത്. അല്പം വേഗത കുറയ്ക്കുമ്പോഴാണ് ചുറ്റുപാടുകളെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ശരീരബലം കൊണ്ട് പിടിച്ചടക്കുകയല്ല, ഉടമസ്ഥനിൽ നിന്ന് അതിനെ കടം കൊള്ളുകയാണ്. സൗമ്യനായി കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്ന മശിഹ എന്നാണ് സഖരിയ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദേവാലയവും അത് കേന്ദ്രീകരിച്ചുള്ളതായ ഒരു ദേശരാഷ്ട്രവും ഉണ്ടാക്കിയെടുക്കുന്നതിന് സൈനിക പോരാട്ടത്തിനല്ല, മനസ്സാക്ഷികളുടെ മേലുള്ള സ്വാധീനത്തിനു വേണ്ടിയാണ് യേശു ആവശ്യപ്പെടുന്നത്. സൗമ്യനായ യേശുവിനെ ആര് സ്വീകരിക്കുമെന്നതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. പ്രിയമുള്ളവരെ, ഇന്ന് യേശു കർത്താവിൻ്റെ രാജകീയമായ എഴുന്നള്ളത്തിൽ ഉടമയെ തിരിച്ചറിയുന്നതായ ഒരു സമർപ്പണ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. തങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തതായ കഴുതക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടുകൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. യേശു കർത്താവ് ദൈവ ഇഷ്ടം ചെയ്യുന്ന അഭിഷിക്തനാകുന്നു എന്ന തിരിച്ചറിവാണ് കഴുതയെ വിട്ടുകൊടുത്ത ഉടമസ്ഥൻ എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് ഉത്തമം. തങ്ങൾ താൽക്കാലിക ഉടമസ്ഥരാകുന്നുവെന്നും യഥാർത്ഥ ഉടമസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തങ്ങൾ ബാധ്യസ്ഥരെന്നും ഉള്ള തിരിച്ചറിവ് ആ ഉടമസ്ഥരിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് തന്നെയാണ് ഹോശാന പെരുന്നാളിന്റെ വെല്ലുവിളി. ദൈവരാജ്യത്തിന്റെ ഉപയോഗത്തിനായി തങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനെ വിട്ടു നൽകുക. യേശുവിന് തങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശത്തെയും അംഗീകാരത്തെയും വിളംബരം ചെയ്യുന്ന ദിനമാണ് ഹോശാനയുടെ പെരുന്നാൾ ദിനം. പ്രിയമുള്ളവരെ, ബഥാനിയയിലെ ഭവനത്തിൽ തൻ്റെ പിതാവുമായുള്ള സംസർഗത്തിൽ കഴിഞ്ഞ യേശു പിറ്റേന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് ശുദ്ധീകരണം നടത്തുകയാണ്. സൈനിക ബലത്താലോ ശരീരബലത്താലോ ശക്തി പ്രകടിപ്പിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മശക്തിയാലാണ് ശുദ്ധീകരണം നടക്കേണ്ടത്. ദൈവത്തിന്
വസിക്കുവാനുള്ള മന്ദിരമായ ശരീരങ്ങളെ ആത്മശക്തിയാൽ ശുദ്ധീകരിക്കുന്നതിനും ദൈവിക ഘടനകളെ വിപുലീകരിക്കുവാനും ഹോശന്ന നമുക്ക് ചിന്തകൾ നൽകുന്നു. ഈ ഹോശന്നയുടെ ദിനത്തിൽ ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കി കൊടുക്കുവാൻ, ദൈവിക ഉടമസ്ഥതയെ അംഗീകരിക്കുന്ന വിനയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൈവരാജ്യം ഉണർത്തിരുന്ന എതിർബിംബങ്ങളെ സാംശീകരിച്ച് ആത്മീയമായ യാത്ര നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക ഉടമസ്ഥതയെ അംഗീകരിക്കുന്ന വിനയം തന്ന് ജീവിതം സമർത്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തോടെ ജോയൽ അച്ഛൻ.